ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം തരുന്ന അടുത്തൊരു സാവകാശത്തിനായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ചൊവ്വാഴ്ച കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോസ്തലനായ പൗലോസ് എങ്ങനെ കഷ്ടങ്ങളുടെ മധ്യത്തിലും കർത്താവിനെ കണ്ട, കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ച അപ്പോസ്തലൻ എന്നുള്ള കാര്യം നമ്മൾ കേൾക്കുവാനിടയായി തീർന്നു. Let us read a verse from 1 Peter chapter 5 verse 5 and 6. അഞ്ചും ആറും വാക്യം. 1 Peter chapter 5 verse 5 and 6. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴി താണിരിപ്പീൻ. വളരെ പരിചിതമായ ഒരു വാക്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. ഗോഡ് റെസിസ്റ്റ് ദ പ്രൗഡ് ബട്ട് ഗീവ്സ് ഗ്രേസ് ടു ദ ഹംബിൾ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ഇത് ദൈവത്തിൻ്റെ ഒരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു തത്വമാണ്. നമുക്കറിയാം, ഭൂമിയിൽ ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതൊരു തത്വമാണ്. ഭൂമിയിൽ എവിടെ ചെന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സാധനം മേളിലോട്ടിട്ടാൽ അത് താഴ്ത്തു വരും. അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൻ്റെ വളരെ കീ ആയിട്ടുള്ള ഒരു തത്വമാണ് ഈ പർട്ടിക്കുലർ വാക്യം പറഞ്ഞിരിക്കുന്നത്. ഗോഡ് റെസിസ്റ്റ് ദ പ്രൗഡ് ബട്ട് ഗീവ്സ് ഗ്രേസ് ടു ദ ഹംബിൾ. അപ്പം ഇത് ബേസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ആത്മീയ ജീവിതത്തിൽ നടക്കും. അപ്പം ആർക്കാണ് കൃപ കിട്ടുക? ആർക്കാണ് കൃപ കിട്ടുക? ആർക്കാ? ഉത്തരവില്ലേ? താഴ്മയുള്ളവർക്ക്. താഴ്മയുള്ളവർക്ക് മാത്രമേ കൃപയുള്ളൂ. താഴ്മയില്ലാത്തവർക്ക് കൃപ കിട്ടുമോ? ഇല്ല. അതാണ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. അപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ മാത്രമേ അത് പ്രവർത്തിക്കൂ. ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു സാധനം മേളിലിട്ട് താഴെ വിടുന്നത് ഉറപ്പായിട്ട് അങ്ങനെ പ്രവർത്തിക്കുകയുള്ളൂ. അതുപോലെ കൃത്യമായ ഒരു പ്രിൻസിപ്പിളാണ് ഈ പറയുന്നത്. ഗോഡ് റെസിസ്റ്റ് ദ പ്രൗഡ് ബട്ട് ഗീവ്സ് ഗ്രേസ് ടു ദ ഹംബിൾ. അപ്പം അങ്ങനെയാകുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കും, താഴ്മയായുള്ള ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം? ഇപ്പം നമുക്ക് ഞാൻ ആരോട് ചോദിക്കാം, ഇപ്പോൾ ആ വ്യക്തി താഴ്മയുള്ളവനാണോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിൽ ഒരാളെടുക്കൽ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ താഴ്മയുള്ളവരാണോ എന്നുള്ളതാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? എങ്ങനെയായിരിക്കും താഴ്മയുള്ളൊരു വ്യക്തി? നിങ്ങളുടെ ബോസ് താഴ്മയുള്ളവനാണോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ചില പാരാമീറ്റേഴ്സ് നിങ്ങളുടെ മനസ്സിലുണ്ട്, അല്ലേ? നിങ്ങളുടെ മനസ്സിലുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ ബേസ് ചെയ്താണ് നിങ്ങൾ ആളിച്ച് റഫ് ആൻഡ് ടഫാണോ, അങ്ങനെയാണെങ്കിൽ ആൾ താഴ്മയുള്ളാകാൻ വഴിയില്ല. ആളുടെ സംസാരമൊക്കെ മറ്റുള്ളവരെ ആരെയും കൂസാത്തതാണോ, അങ്ങനെയാണെങ്കിൽ ആൾ താഴ്മയുള്ളാൻ വഴിയില്ല. ഇച്ചിരി പതുക്കെയൊക്കെയാണോ സംസാരിക്കുന്നത്? എന്തെങ്കിലും ചോദിച്ചാൽ എന്തുകൊണ്ട്, സുഖമാണോ? അപ്പം നമ്മൾ പറയാം ആൾ ഇച്ചിരി താഴ്മയുള്ള ആളാണ്. ആരോടൊക്കെ ഇച്ചിരി കരുണയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ പറയും ഇച്ചിരി താഴ്മയുള്ള. മറ്റുള്ളവരെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, ചില തെറ്റുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ചിലരുണ്ട്, ചിലർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പറഞ്ഞു വളരെ അഹങ്കാരിയാണ് എന്നൊക്കെ നമുക്ക് പറയുന്ന ഒരു സിറ്റുവേഷൻ. അപ്പം ലോകം ഇങ്ങനെയാണ് നമുക്ക് താഴ്മയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലേ? അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഇപ്പം നമ്മളിപ്പം ആരോടും ചോദിച്ചാൽ നിങ്ങൾ അഹങ്കാരിയാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ താഴ്മയുള്ളവരാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഡെഫിനിഷൻ തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ ദൈവം അതിനെ ബേസ് ചെയ്തായിരിക്കണമല്ലോ നമുക്ക് ഈ കാര്യങ്ങൾ കിട്ടുക. നമുക്ക് താഴ്മയുണ്ടെങ്കിൽ എന്ത് കിട്ടും? താഴ്മയുണ്ടെങ്കിൽ എന്ത് കിട്ടും? കൃപ കിട്ടും. നമ്മൾ നിഗളികളാണെങ്കിൽ ദൈവം എതിർത്ത് നിൽക്കും. വളരെ സിമ്പിളാണ്. ഓക്കെ. അപ്പം എങ്ങനെയായാലും നമുക്ക് ദൈവത്തിൻ്റെ കൃപ വേണം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കർത്താവിൻ്റെ കൃപ ഉണ്ടല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃപ വേണം. കൃപ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആരായിരിക്കണം? നമ്മൾ താഴ്മയുള്ള വ്യക്തിയായിരിക്കണം. അപ്പം നമ്മൾ ഈ പറയുന്ന കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലുള്ള ബേസിലാണോ ഈ വാക്യം? എങ്ങനെയാണ് ഈ വാക്യത്തിൽ താഴ്മയുള്ളതാണോ അല്ലയോ എന്നുള്ളത് ആളിനെ നിശ്ചയിക്കുന്നത്? ഇപ്പം നമ്മുടെ ഓഫീസിൽ വളരെ ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയെ നമ്മൾ താഴ്മയുള്ളവനായി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് കിട്ടണം? ആ വ്യക്തിക്ക് എന്ത് കിട്ടണം? ദൈവത്തിൻ്റെ കൃപ കിട്ടണം. കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പം ആ ഡെഫിനിഷൻ അല്ല ദൈവവചനത്തിലെ ഡെഫിനിഷൻ.
ലോകത്തിലെ ഡെഫിനിഷൻ അല്ല ദൈവവചനത്തിലെ താഴ്മയുടെ ഡെഫിനിഷൻ. ലോകത്തിലെ ഡെഫിനിഷൻ അങ്ങനെയാണ്, ഒരാളെ നമ്മൾ താഴ്മയുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള പല കാര്യങ്ങൾ. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇൻട്രോവേർട്സ് ആണ്. അവരെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മളെന്ത് പറയും? ഇത്രയും താഴ്മയുള്ള സഹോദരൻ അല്ലേ, അല്ലെങ്കിൽ താഴ്മയുള്ള സഹോദരി. വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ എക്സ്ട്രോവേർട്ടായിരിക്കും. അപ്പോഴോ? അപ്പം നമ്മൾ പറയും ഇത് സഭയിൽ താഴ്മയുണ്ട്, പക്ഷെ അവിടെ താഴ്മയില്ല അല്ലേ. അപ്പം എഗെയിൻ നമ്മൾ ഈ ലോകം പറയുന്ന കാര്യങ്ങളൊക്കെ ഇറ്റ് ക്യാൻ ബി ട്രെയിൻഡ്. നിങ്ങൾ നല്ല കുടുംബത്തിൽ വളരുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്ത് പറയണം, എന്ത് പറയണ്ട, എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതൊക്കെ. നിങ്ങൾ നല്ല കുടുംബത്തിൽ നിന്ന് വളരുന്നവരൊക്കെ ആണെങ്കിൽ ഇച്ചിരി ട്രെയിനിങ് ഒക്കെ കിട്ടി നല്ല സ്കൂളിലും ഒക്കെ നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ നല്ല രീതിയിലൊക്കെ ഒക്കെ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു വ്യക്തി അഹങ്കാരിയാണോ അല്ലെങ്കിൽ താഴ്മയുള്ളതാണോ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് നമുക്കൊരു പക്ഷെങ്കിൽ ചിലപ്പോൾ പറ്റിയില്ലെന്ന് വരും. അന്നേരമാണ് നമ്മൾ സർപ്രൈസ് ആകുന്നത്, എടാ ഈ വ്യക്തി ഇങ്ങനെയാണോ എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുന്നു. എന്നാൽ ദൈവവചനം എങ്ങനെയാണ് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? കാരണം കൃപ അതിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. ദൈവവചനത്തിൽ അതിനെ ബേസ് ചെയ്താണ് കൃപ ഇരിക്കുന്നത്. കാരണം നമ്മൾ ഈ പറയുന്ന പാരാമീറ്റേഴ്സിലൊന്നുമല്ല ദൈവം കൃപ കൊടുക്കാൻ പോകുന്നത്. തൊട്ടടുത്ത വാക്യമാണ് അതിൻ്റെ ഉത്തരം. അടുത്ത വാക്യം വായിച്ചാൽ അടുത്ത വാക്യം വേഴ്സ് 6, 6-ാമത്തെ വാക്യം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പി. പ്രൈസ് ഗോഡ്. ഈ വാക്യം നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ 1-2 പ്രാവശ്യം നമ്മൾ ഈ വേർഡ് നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ച് വന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. Therefore humble yourself under the mighty hand of God. നമ്മളിന്ന് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു the Lord is almighty. The Lord is almighty. അപ്പം under his hand that he may exalt you in due time. ഇവിടെ പറഞ്ഞിരിക്കുന്ന 2-3 വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ എന്നുള്ള വാക്യം. ഇംഗ്ലീഷിൽ ഇച്ചിരി സിമ്പിളാണ് അതിനകത്ത്. Therefore humble yourself. എന്താ humble yourself? തന്നെത്താനെ താഴ്ത്തണം. മനസ്സിലായോ? തന്നെത്താനെ ദൈവം താഴ്ത്താൻ നിൽക്കരുത്. ദൈവത്തിന് താഴ്ത്താൻ അറിയാം, പക്ഷെ ദൈവം താഴ്ത്താൻ നിൽക്കരുത്. ആരെയാണ് ദൈവം താഴ്ത്തേണ്ട വരുന്നത്? തന്നെത്താനെ ഉയർത്തുന്നതിനെ ദൈവം താഴ്ത്തും. അത് വേറെ ലോജിക്. പക്ഷേ ഇവിടെ തന്നെ താഴ്ത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ആ കാര്യം ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. ആത്മാവിൻ്റെ ഫലമോ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന സ്നേഹം, ക്ഷമ, അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ താഴ്മ എന്നുള്ളൊരു കാര്യം അതിനകത്ത് കാണുകയില്ല. ഉണ്ടോ? ഇല്ല. താഴ്മ എന്നുള്ളൊരു കാര്യം അതിനകത്തില്ല. എന്നെ ഇങ്ങനെ നോക്കണ്ട, വാക്യം വായിക്കാം. വായിച്ചാട്ടെ. ഗലാത്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം ഒന്ന് വേഗം വായിച്ചു നോക്കി. അതിനകത്തുണ്ടോന്ന് നോക്കി. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. അതിനകത്ത് താഴ്മ എന്നുള്ളൊരു കാര്യമുണ്ടോ? ഇല്ല. എന്താ കാര്യം? താഴ്മ എന്ന് പറയുന്നൊരു കാര്യം, ഞാൻ എന്നെ തന്നെ താഴ്ത്തണം. ഞാൻ എന്നെ തന്നെ താഴ്ത്തണം. I can decide whether I want to humble myself or not. That's my decision. The Lord's Holy Spirit is not pushing me down. He will push you down a certain situation. That is a different story. പക്ഷേ ദൈവം ആരെയും താഴ്ത്താനായിട്ട് പറയുന്നില്ല. ആ നിലയിൽ നമ്മളെ തന്നെ സ്വയം താഴ്ത്തുക. അപ്പോൾ കൃപ ലഭിക്കേണ്ടതിന് വേണ്ടി therefore humble yourself. നിങ്ങളെ തന്നെ താഴ്ത്തുക. ഓരോ സാഹചര്യങ്ങളും നിങ്ങളെ തന്നെ താഴ്ത്തുക. എന്തിന് കീഴെ താഴ്ത്തണം? ആരുടെ കീഴെ താണിരിക്കണം? ആരുടെ കീഴെ താണിരിക്കണം? The Almighty God, under the mighty hand of the Lord. ദൈവത്തിൻ്റെ വലിയ കരത്തിൻ്റെ കീഴിൽ താണിരിക്കണം. മനസ്സിലായോ? എന്തിനു വേണ്ടി താണിരിക്കണം? ആരുടെ കീഴിലാണ് താണിരിക്കേണ്ടത്? ദൈവത്തിൻ്റെ വലിയ കരത്തിൻ്റെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷ് says under the mighty hand of God that he may exalt you in due time. First thing you to remember, God is almighty. അവൻ സർവശക്തനാണെന്നുള്ള തിരിച്ചറിവ്.
സർവശക്തനാണെന്നുള്ള തിരിച്ചറിവ്. എന്താണ് തിരിച്ചറിവ്? ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചൊവ്വാഴ്ചത്തെ മീറ്റിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഹീ ഈസ് മൈ ലോർഡ്. അല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ അപ്പോസ്തല പ്രവൃത്തിയിൽ ഞാനത് പറഞ്ഞായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞു, കർത്താവേ എന്ന് ചോദിച്ചിട്ടാണ് ആദ്യമായിട്ട് ദൈവത്തോട് സംസാരിക്കുമ്പോഴേക്കും, കർത്താവേ നീ ആര്? ഹൂ ആർ യു ലോർഡ്? ഹൂ ആർ യു ലോർഡ്? പ്രിയ സഹോദരങ്ങളെ, യു വിൽ നോട്ട് മെസ് വിത്ത് ദ ലോർഡ്, റൈറ്റ്? നിങ്ങൾ അതാണ് യഥാർത്ഥത്തിൽ പരിപൂർണമായ പൂർണ്ണ അധികാരമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആളുമായിട്ട് നിങ്ങൾ അധികം അതിന് പോവുകയില്ല, അല്ലേ? നിങ്ങൾക്കറിയാം, നിങ്ങൾ വളരെ ഷാട്ടിക്കാരനെ ചിലരൊക്കെ പറയാറുണ്ട്, വളരെ ഞങ്ങൾ കോപിഷ്ഠരാണ്, മുൻകോപിയാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ പോലീസിനെ കാണുമ്പം വളരെ ഭൗതികമാണ്. അതെങ്ങനെ പറ്റുന്നത്? ബിക്കോസ് യു നോ ഈസ് എ പേഴ്സൺ ഇൻ അതോറിറ്റി. അതുപോലെ ദൈവം അതുപോലെ ഓൾമൈറ്റി സർവശക്തനാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ യു വിൽ നോട്ട് ട്രൈ ടു ഫൂൾ അറൗണ്ട് വിത്ത് ഹിം. അപ്പം ഇവിടെ പറയാണ്, ആരുടെ കീഴിൽ താണിരിക്കണമെന്ന് പറയുന്നു? ഈ ദൈവത്തിൻ്റെ കീഴിൽ താണിരിക്കണമെന്ന് പറയുന്നു. ദൈവത്തിൻ്റെ കീഴിൽ താണിരിക്കുക എന്ന് പറയുന്നത് എന്താ അതിൻ്റെ അർത്ഥം? നമ്മളെല്ലാം കുനിഞ്ഞിരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ അതിൻ്റെ അർത്ഥം? അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് അവൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ കേട്ടോണം, അത്രേ ഉള്ളൂ. വലിയ കാര്യമായിട്ടൊന്നുമില്ല. whatever he says, he is my Lord. അത് അനുസരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പം താഴ്മ എന്ന് പറയുമ്പോൾ നമുക്ക് പതുക്കെ പറയുക, ഇതൊക്കെ നമുക്ക് ലോകത്തിലെ പല ഡെഫിനിഷൻ ആണെങ്കിലും ദൈവവചനത്തിൽ ആർക്കാണ് കൃപ ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവവചനം അനുസരിക്കുന്നവർക്ക് വേണ്ടി. One who understand that he is God. അവൻ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ കൽപ്പനകളെ ശിരസാ വഹിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്, താഴ്മയുള്ളവരെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ താഴ്മയോടെ സംസാരിക്കുക, നമ്മൾ ചെരുപ്പിട്ടുകൊണ്ട് വരിക, സ്ലിപ്പറൊക്കെ ഇട്ടുകൊണ്ട്, അപ്പം നമ്മൾ സ്ലിപ്പറൊക്കെ ഇടുന്ന ആര്? താഴ്മയുള്ളവരും ഷൂ ഇടുന്ന ആൾ അഹങ്കാരിയും. നമ്മുടെ ഡെഫിനിഷൻ പലപ്പോഴും അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ കൽപ്പനയുടെ മുമ്പിൽ വിറയ്ക്കുന്നവൻ, വൺ ഹു ഫിയേഴ്സ് ബിഫോർ ദ ലോർഡ്. യെശയ്യാവൊക്കെ കാണും, ആരെ ഞാൻ നോക്കും? വൺ ഹു ഫിയേഴ്സ് അറ്റ് ഗോഡ്സ് കമാൻഡ്മെൻറ്റ്. ഇത് ദൈവകൽപ്പനയാണെന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ വിറയ്ക്കുന്നത്. കാരണം അവനോട് തന്നെ പറയുന്നു, ഹീ ഈസ് ഓൾ മൈറ്റി. അവൻ സർവശക്തനായതുകൊണ്ട് വ്യത്യാസം മനസ്സിലല്ലോ. അപ്പോൾ ആർക്കാണ് കൃപ ലഭിക്കുക? താഴ്മയുള്ളവന്. എന്നെ ചുരുക്കി പറയണം, ആരാണ് താഴ്മയുള്ളവർ? ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കായിട്ട് ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ താണിരിക്കുന്ന വ്യക്തിയെയാണ് ദൈവം താഴ്മയുള്ളവരെന്ന് വിളിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മളിവിടെ കാണുന്നതായിട്ടുള്ളൊരു കാര്യം നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു തന്നെ താഴ്മയുള്ളവനായി കാണിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. എന്നാൽ നമുക്ക് ഒക്കെ ഭാഗം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം കർത്താവായ യേശു ക്രിസ്തു താഴ്മയുള്ളവനായി കാണിക്കുന്ന ഒരു ഭാഗം, അവനിൽ നിന്ന് വേണമല്ലോ താഴ്മ പഠിക്കുവാൻ. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, മാത്യു ചാപ്റ്റർ 11 വേഴ്സ് 28 വായിച്ചാട്ട്, അത് വായിച്ചിട്ട് പോവാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനായതുകൊണ്ട് എൻ്റെ നുകം ഏറ്റെടുത്ത് എന്നോട് പഠിക്കണം. അപ്പം നമ്മളെപ്പോഴും പറയും, ബ്രദറെ, ഐ എം ടു മച്ച് ടയർഡ്, ഐ എം ടു മച്ച് പ്രോബ്ലം. എങ്ങോട്ട് പോകണമെന്നാണ് കർത്താവ് പറയുന്നത്? ഗോ ടു ദ ലോർഡ് ആൻഡ് ലേൺ. ഗോ ടു ദ ലോർഡ് ആൻഡ് ലേൺ. ദൈവത്തിൽ നിന്ന് പോയി പഠിക്കാനായിട്ട് ദൈവം പറയുന്നു. അപ്പം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഒരു സാഹചര്യത്തിൽ യെരൂശലേം ദേവാലയത്തിലേക്ക് കയറി ചെന്നു കഴിഞ്ഞപ്പോഴേക്ക് താഴ്മയുള്ള കർത്താവ് ചെയ്ത് എന്തോ നമുക്ക് വായിക്കാം. 2:13 വായിച്ചാണ്. യഹൂദന്മാരുടെ പെസഹ സമീപം ആകൊണ്ട് യേശു യെരൂശലേമിലേക്ക് പോയി. ദേവാലയത്തിൽ കാള്, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോട് കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞ്
തൂകിക്കളഞ്ഞ് മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാല ആക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. മനസ്സിലായോ? ഇതെന്തൊരു താഴ്മയാ! ഈ യേശുവിനെ താഴ്മയുള്ളവനാണെന്ന് നിങ്ങളല്ലോ ഇപ്പം ഓർത്തോട്ടെ. ഇപ്പം ഒരു കർത്താവ് യേശു ക്രിസ്തു ഇങ്ങോട്ട് കയറി വന്ന് ഇവിടെ കുറച്ച് ആടുകളും അതിനെ എല്ലാം കൂടെ അങ്ങോട്ട് വിട്ട് എന്നിട്ട് ഒരു ചാട്ടവാറൊക്കെ എടുത്ത് അതിനെ അങ്ങോട്ട് ഓടിച്ച് വെളിയിലോട്ടൊക്കെ തന്നെ നിങ്ങൾ പ്രേസ് ദി ലോർഡ് എന്ന് പറയുമോ? ഇത്രയും താഴ്മയുള്ള കർത്താവെന്ന് പറയുമോ? എന്തു പറയും? ഇതുപോലെ അഹങ്കാരി എന്ന് പറയില്ലേ? ദിസ് ഈസ് അവർ ഡെഫിനിഷൻ. The Lord's definition is different. ദൈവത്തിൻ്റെ കൽപ്പന എന്നറിയാമോ? ഇവിടെ പറഞ്ഞിരിക്കുന്നു, the zeal for your house has eaten me up. വായിച്ചാടാ വാക്യം, 17-ാമത്തെ വാക്യം. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് ആലയത്തിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ ശരിയല്ല എന്ന് കാണുമ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തീ കത്തുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? And it's the zeal for the Lord, zeal for your house has eaten me up. അങ്ങനെയുള്ളൊരു അവസ്ഥ അവൻ്റെ മനസ്സിൽ വരിക. അതിൽ നിന്നാണ് അദ്ദേഹം റിയാക്ട് ചെയ്യുന്നത്. And the Lord calls us, he is the humblest person. അല്ലേ? Why? Under the mighty hand of God. അതേസമയം നമ്മൾ പലപ്പോഴും കോപിക്കാറുണ്ട്. യാക്കോബിൻ്റെ ലേഖനത്തിൽ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും കോപിക്കുന്നത് നമ്മുടെ നീതി നിവർത്തിക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ നീതി. അതിനെ പക്ഷെ നമ്മൾ പലപ്പോഴും ന്യായീകരിക്കാറുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ദൈവത്തിൻ്റെ നീതി നിവർത്തീകരിക്കുമ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം, ദ സീൽ ഓഫ് ദ ഹൗസ്, സീൽ ഫോർ യുവർ ഹൗസ് ഹസ് ഈറ്റൻ മീ അപ്പ്. അപ്പം ദൈവത്തിൻ്റെ ആ കൽപ്പന, ദൈവത്തിൻ്റെ കർത്താവ് യേശുക്രിസ്തു ഇവിടെ ആയിരുന്നപ്പോൾ പിതാവിൻ്റെ വലിയ കരത്തിൻ്റെ കീഴിൽ താണിരിക്കുക എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ എക്സ്പ്രഷൻ ഇസ് ഡിഫറെൻറ്റ്. എക്സ്റ്റേണൽ എക്സ്പ്രഷൻ കൊണ്ട് നമുക്കൊരിക്കലും ആളിനെ താഴ്മയുള്ളവരാണെന്നും പറയുകയില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു കത്തിജ്വലിച്ചിട്ട് പറയാണ്, മൈ ഹൗസ് cannot be a house for the thieves. കള്ളന്മാരുടെ ഗുഹ ആയി തീരുവാൻ പാടില്ല എന്നുള്ള കൃത്യതയോടുകൂടി. മനസ്സിലാകുന്നുണ്ടോ? ആ ദൈവത്തിൻ്റെ തീഷ്ണത മനസ്സിലാക്കണം. അപ്പം യഹോവയുടെ ആലയത്തിലൂടെ കഴുത്ത് വരുമ്പം നമ്മൾ വളരെ കാഷ്വലായിട്ട് കുഴപ്പമില്ല എങ്ങനെയൊക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവേ, നോ 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 നോ, ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഗുഡ്, ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഗുഡ്. അത് കണ്ടപ്പോൾ മഹാപുരോഹിതന്മാരെ എല്ലാവർക്കും ദേഷ്യമായി. ഇവനെ അധികം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ക്രൂശിലോട്ട് പോകേണ്ട വന്നത്. അല്ലാതെ കർത്താവായ യേശു ക്രിസ്തു മുടന്തിനെ സൗഖ്യമാക്കിയത് കൊണ്ടോ കണ്ണ് കാണാതെ തന്നെ സൗഖ്യമാക്കിയത് കൊണ്ടോ ഒന്നുമല്ല കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത്. when he crossed the paths, when you are not under the mighty hand of God, and he questioned that. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത്. പ്രിയ സഹോദരങ്ങളെ, do you think he will tolerate us if we do the same thing? No, he will not. And that is what we see. That is humility of the Lord Jesus. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവികമായ കൽപ്പനകളുടെ കീഴിൽ വരേണ്ട വലിയ കാര്യമുണ്ട്. If it is the Lord's command, I need to be under it. If it is under the Lord's command. എല്ലാത്തിനും ദൈവകൽപ്പനകളാണെന്ന് നമ്മൾ പറയാൻ പാടില്ല. പക്ഷേ ദൈവത്തിൻ്റെ കൽപ്പനകളാണെങ്കിൽ അതിൻ്റെ കീഴിൽ വരിക എന്നുള്ളതാണ് ദൈവിക താഴ്മ എന്ന് പറയുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മറ്റൊരു എക്സ്പ്രഷൻ ഉണ്ട്. ലെറ്റ്സ് റീഡ് ദിസ് പാർട്ട്. ഫിലിപ്പിയിലെ 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞുതരാം. വായിച്ചാട്ട് നമുക്ക് പല ആവർത്തികളും നമ്മൾ ചിന്തിച്ച ഭാഗം 2:13-5 വാക്യം തൊട്ട്. ലെറ്റ് ദിസ് മൈൻഡ് ബി ഇൻ യു, വേഴ്സ് 5 onwards. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിത്തീർന്നു. അടുത്ത വാക്യം. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. You see the way how that things works here. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗം, ഇത് ഭാഗം കാണുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ താഴ്മയെ നമ്മൾ പറയും, യെസ്, ദിസ് ഈസ് എക്സാക്ട്ലി ഹ്യൂമിലിറ്റി, യെസ്, അക്കോർഡിംഗ് ടു അവർ ഡെഫിനിഷൻസ്, അല്ലേ? കാരണം ഉയരത്തിലിരുന്ന കർത്താവായ യേശു ക്രിസ്തു ദൈവത്തോടുള്ള സമത്വം ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി വന്നു.
കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നു. ആരെപ്പോലെ? നമ്മളെപ്പോലെ ഇവിടെ വന്നിട്ട് he made himself of no reputation. അദ്ദേഹം ആരുടെയും പ്രത്യേകിച്ച് പ്രീതിയോ കാര്യങ്ങളോ ഒന്നും അന്വേഷിച്ചില്ല, അല്ലേ? പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് മനസ്സ് വെച്ചു. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് മനസ്സ് വെച്ചു. അമ്മയപ്പന്മാരുടെ സമയത്ത് അവർ യെരുശലേം ദേവാലയത്തിൽ ചെന്ന് കഴിഞ്ഞ് കർത്താവ് യെരുശലേം ദേവാലയത്തിൽ തങ്ങി തിരിച്ചു വന്ന അമ്മ ചോദിച്ചു, കാണാതെ കഴിഞ്ഞ അമ്മ കണ്ടപ്പം ചോദിച്ചു, മോനെ നിങ്ങൾ ഒത്തിരി അന്വേഷിച്ചു, നിങ്ങൾ വിഷമിച്ചല്ലോ എന്ന് ചോദിച്ചപ്പോൾ എന്താ കർത്താവ് പറഞ്ഞെന്താ കർത്താവ് പറഞ്ഞേ? ഡോണ്ട് യു നോ ദാറ്റ് ഐ മസ്റ്റ് ബി ഇൻ മൈ ഫാദേഴ്സ് ബിസിനസ്? നിങ്ങൾക്ക് അറിയത്തില്ലേ, ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫാദേഴ്സ് ബിസിനസ്. വാട്ട് ഈസ് ഹിസ് ഫാദേഴ്സ് ബിസിനസ്? ദ ലോർഡ്സ് കിങ്ഡം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും, ഇല്ലേ? അപ്പം ഇതാണ് കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ കർത്താവ് ഭൂമിയിലോട്ട് വന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ താനെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. വിത്ത് ടേക്കിംഗ് ദ ഫോം ഓഫ് എ ബോൺ സെർവൻറ്റ്. തൻ്റെ സൃഷ്ടി തന്നെ ചവിട്ടി അരച്ചപ്പോഴും ആ സൃഷ്ടിക്ക് വേണ്ടി ദൈവകോപം തലയിലേറ്റെടുക്കുവാൻ ഒരു മടിയുമില്ലാതിരുന്നപ്പോഴും ഒരു വാക്കുപോലും തിരിച്ചു പറയാത്ത ആ ആട്ടിൻകുട്ടിയെ കർത്താവായ യേശു ക്രിസ്തു, that is also humility. That is also humility. So I showed you the one side where the Lord reacts sharply, the other side മിണ്ടാതെ ഇരുന്ന് അതിൽ കൂടി കടന്നുപോയ യേശു ക്രിസ്തു ഒരു വാക്ക് പോലും തിരിച്ചു പറഞ്ഞില്ല. പൂർണ്ണ റൈറ്റ് ഉണ്ടായിരുന്നു, പൂർണ്ണമായും he was right, but he accepted it. Why? He humbled himself and became obedient. You see this verse, humble obedience. You see this verse? ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. ഹൗ ഇറ്റ് ഗോസ്. ആത്മീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ള എല്ലാ സഹോദരങ്ങളും ആത്മാർത്ഥമായ വാക്യം വായിച്ചു നോക്കിയോ. റീഡ് ദ വേഴ്സ് 8. ഹൗ ദ ലോർഡ് എസ്റ്റാബ്ലിഷ് ഹിംസെൽഫ് ഹംബിൾഡ് ഒബീഡിയന്റ്. റീഡ് ദ വേഴ്സ് 8, 8ാമത്തെ വാക്യം. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. തന്നെത്താനെ താഴ്ത്തി. ഞാൻ പറഞ്ഞല്ലോ, he could say that I don't want to go through the cross. He can say that. കർത്താവ് യേശു ക്രിസ്തു പാപം ഒന്നും ചെയ്തിട്ടില്ല, ശിക്ഷ അനുഭവിക്കേണ്ട യാതൊരു കാര്യവുമില്ല, മരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കർത്താവിന് അങ്ങനെ തന്നെ പോകാം. പക്ഷേ തന്നെത്താനെ താഴ്ത്തി. ഞാൻ പറഞ്ഞത് താഴ്ത്തുകയല്ല, തന്നെത്താനെ താഴ്ത്തിയപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് അനുസരണമുള്ളവനായി തീർന്നു. സോ ദ ഹംബ്ലിംഗ് ഈസ് അണ്ടർ ഒബീഡിയൻസ് ഓഫ് ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വലിയ കരത്തിൻ്റെ കീഴിൽ താണിരിക്കുന്നു. താണിരുന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദ റൂൾ അപ്ലൈസ്. വാട്ട് ഇസ് ദ റൂൾ? ഇഫ് യു ഹംബിൾ യുവർ സെൽഫ്, ഗോഡ് വിൽ ലിഫ്റ്റ് യു അപ്പ്. ദ നെക്സ്റ്റ് വേഴ്സ്, അടുത്ത വാക്യം. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. Therefore God also highly exalted him. He says highly exalted him and given him the name which is above every name. എല്ലാ നാമത്തിനും മേലായത്, highly exalted. So താഴ്ത്തുക എന്നുള്ളത് നമ്മുടെ കാര്യം, ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ താഴ്ത്തുക എന്നുള്ളത് നമ്മുടെ കാര്യം. എന്നാൽ ഉയർത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ കാര്യം. പ്രൈസ് ദ ലോർഡ്. നമ്മൾ പലപ്പോഴും കർത്താവേ എന്നെ എന്താ ഉയർത്താത്ത പേടിക്കേണ്ട കാര്യം ഉത്തരേ ഉള്ളൂ. ബിക്കോസ് നിങ്ങൾ താഴ്ത്തുന്നില്ലെങ്കിൽ ദൈവം ഉയർത്താൻ പറ്റുകയില്ല. യു കനോട്ട് ഡു ഇറ്റ്. ഗോഡ് കനോട്ട് ലിഫ്റ്റ് യു അപ്പ് ബിക്കോസ് യു കനോട്ട് ഹംബിൾ യുവർ സെൽഫ് അണ്ടർ ദ ഹാൻഡ് ഓഫ് ദ ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ നിയമമായി സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ദൈവം പോലും ബ്രേക്ക് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഇറ്റ്സ് ഹാപ്പനിങ് ഹിയർ. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു, അവൻ തന്നെത്താനെ താഴ്ത്തി, ദൈവം അവനെ ഉയർത്തി. അടുത്ത വാക്യം വായിച്ചാൽ, അടുത്ത വാക്യം. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും. ദ ജീസസ് ഈസ് ലോർഡ്. യേശുവിനെ കർത്താവെന്ന് ഏറ്റു പറയേണ്ടി വരും. ഇന്ന് നമ്മൾ ബോധപൂർവം നമുക്ക് പറയാം, അന്ന് പറയേണ്ടി വരും.
you are forced to say, there's no other choice, because you can see he is on the throne. ഇന്ന് കർത്താവ് അദൃശ്യമായ പല കാര്യങ്ങളെ നമ്മളെ കാണിക്കുന്നുള്ളൂ, അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, ചൊവ്വാഴ്ച നമ്മൾ കേട്ടു, കർത്താവായ യേശു ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റതിന് ശേഷം പല സമയങ്ങളിലും ദർശനങ്ങളിലും ഒക്കെ യോഹന്നാൻ പ്രത്യക്ഷപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം അതേപോലെ അപ്പോസ്തലനായ പൗലോസിന് പ്രത്യക്ഷപ്പെട്ടു, ഒക്കെ നമ്മൾ കാണുന്നു. അങ്ങനെയായിരുന്നു പല കാര്യങ്ങൾ, അവർക്ക് കാര്യങ്ങൾ അറിഞ്ഞത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ കാണുന്നൊരു ദിവസം ഉണ്ട്. നമ്മൾ മലാക്കിയ പുസ്തകത്തിൽ 3-ാം അധ്യായം വായിച്ചതുപോലെ അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്. വായിച്ചാട്ട്, ചൂള കത്തുന്ന പോലെ ഒരു ദിവസം. ലെറ്റ്സ് സീ ദാറ്റ് പാർട്ട്. മലാക്കി ചാപ്റ്റർ 4. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാവും. അഹങ്കാരികളൊക്കെയും, ആരാണ് ഈ അഹങ്കാരികൾ എന്ന് പറഞ്ഞത്? എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ താഴ്മയോട് സംസാരിക്കുകയോ അതൊന്നുമല്ല. One who refused to submit under the mighty hand of God. ദൈവത്തിൻ്റെ വലിയ കരത്തിൻ്റെ കീഴിൽ താണിരിക്കുവാൻ റെഫ്യൂസ് ചെയ്യുന്നവരെ കുറിച്ചാണ് പറയുന്നത്. വായിച്ചാട്. വരുവാനുള്ള ആ ദിവസം വരും, കൊമ്പും ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. എന്നാൽ but you who fear my name, 2-ാമത്തെ വാക്യം, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ ശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. എന്താ കാര്യം? ബിക്കോസ് യു ഫിയർ ഗോഡ്. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ കണ്ട് പേടിക്കുക എന്നുള്ളതൊന്നുമല്ല, ദൈവത്തെ കണ്ട് പനി പിടിക്കുക എന്നൊന്നുമല്ല. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനായിട്ട് മനസ്സ് വെക്കുന്നവർ. On who fear at God's commandment. The Lord says, it should not be so. I say, yes, Lord, I understand that. I don't want it to be that way. Lord, help me to change it. Simple as that. കർത്താവെ, ഈ കാര്യങ്ങൾ കർത്താവ് തെറ്റാണെന്ന് കാണിക്കുന്നു, ആ കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കരുത് എന്ന് ദൈവവചനം പറയുന്നു. കർത്താവ് എനിക്ക് മനസ്സിലാകുന്നു. കർത്താവെ, എന്നെ ഞാൻ വ്യത്യാസപ്പെടുവാൻ താല്പര്യപ്പെടുന്നു, എന്നെ സഹായിക്കണം. This is what exactly it means. And if you don't want to do it, and whatever, താഴ്മയോടുകൂടെ സംസാരിക്കുക എന്നുള്ള നിലയിൽ സൗമ്യമായി സംസാരിക്കും, ഇതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ അല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതല്ല ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം. ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവവചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്നുണ്ടോ എന്നുള്ള, ദൈവത്തിൻ്റെ കൽപ്പനകളുടെ മുമ്പിൽ വിറയ്ക്കുന്നുണ്ടോ എന്നുള്ള, അതാണ് ദൈവത്തിൻ്റെ അനുസരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കാണുന്നത്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു, പിന്നെ എബ്രായ ലേഖനം 5-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 5, കർത്താവ് ഇവിടെ ആയിരുന്നപ്പോൾ താഴ്മയോടെ കർത്താവ് ചെയ്തൊരു കാര്യം വായിച്ചാട്ടെ. ഹീബ്രൂസ് ചാപ്റ്റർ 5, 7, 8, 9 വേഗം വായിച്ചാട്ടെ. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. യെസ്, പ്രൈസ് ഗോഡ്. കർത്താവ് യേശു ക്രിസ്തു ഇവിടെ ആയിരുന്നപ്പോൾ തൻ്റെ ഐഹിക ജീവകാലത്ത് തൻ്റെ റെഗുലറായിട്ടുള്ള തൻ്റെ ലൈഫിൽ he used to have a very close connection with the prayer life. And we think that we can run our life without talking to the Lord Jesus. What irony, അല്ലേ? എന്ത് അസംബന്ധമാണല്ലേ? നമ്മൾ ചിന്തിക്കുന്നത് ഇതൊന്നും ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകാം എന്നുള്ള കാര്യം. But Lord, when he was the days when he was here, he used to go to the Lord Father. And he used to have a very close contact with God. ദൈവവുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് സംസാരിക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും കർത്താവെ ഓരോ ദിവസങ്ങളിലെ വിഷയങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടു ചെല്ലുകയും ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തു അന്തിമമായിട്ട് ഗെത്സമനയിൽ കരഞ്ഞു നിലവിളിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. But the Lord says, that's humility. That's humility. ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു. He was able to save him. It says he has offered up prayers and supplication with vehement cries and tears to him who was able to save him from death. Of course, they're talking about spiritual death here. And was heard because of his godly fear. Though he was a son, yet he have to go through that. അങ്ങനെയാണെങ്കിൽ നമ്മളോ? Yet he have to. And again the application of that. തന്നെത്താനെ താഴ്ത്തിയത് കൊണ്ട് ഉയർത്തി. എങ്ങനെ ഉയർത്തിയേ?
തൊട്ട് താഴെയുള്ള വാക്യങ്ങൾ, വേഴ്സ് 10, 10ാമത്തെ വാക്യം. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. എങ്ങനെ എന്ത് ലഭിച്ചു? മഹാപുരോഹിതൻ എന്നുള്ള പ്ലേസ്. ഹി ഗോട്ട് ദ പ്ലേസ് സോ ദാറ്റ് ഹി ഈസ് ഏബിൾ ടു ഇന്റർസീഡ് ഫോർ അസ്. നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുവാൻ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ആയിത്തീർന്ന ഒരു മഹാപുരോഹിതനായ കർത്താവായ യേശു ക്രിസ്തു അവിടെ ഇരിക്കുന്നത് വെറുതെ അല്ല. അങ്ങനെ അവിടെ ചെന്നതും വെറുതെ അല്ല. ബിക്കോസ് he did obey here when he was here. Praise God. അപ്പം കർത്താവ്, ഞാനതാ പറഞ്ഞത്, when the first part happens, നമ്മുടെ ഈ സീസോ പോലെ നിങ്ങൾ കണ്ടില്ലേ, ഈ പാർക്കിലൊക്കെ നിങ്ങൾ സീസോ കണ്ടു, പിള്ളേർ കളിക്കുന്ന സീസോ കണ്ടിട്ടുണ്ട്. ഒരു സൈഡ് താഴുമ്പോൾ മറ്റേ സൈഡ് പൊങ്ങും, മറ്റേ സൈഡ് താഴുമ്പോൾ അടുത്ത സൈഡ് പൊങ്ങും. ദാറ്റ് ഇസ് എക്സാക്ട്ലി ദ സെയിം വേ. അപ്പം നമ്മൾ ചിന്തിക്കും, ഇത് നമ്മൾ ദൈവസന്നിധിയിൽ താഴ്ത്തിയ ഒരു ബാക്കി കാര്യം ദൈവം ചെയ്തോളും, നമ്മൾ അതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എക്സാമ്പിൾസ് നമ്മൾ കാണും. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ നമുക്ക് എക്സാമ്പിളായിട്ട് നിൽക്കുമ്പോൾ മറ്റേ സൈഡിൽ ആദ്യമായിട്ട് ലൂസിഫറിനെ സൃഷ്ടിച്ച ലൂസിഫറിൻ്റെ താല്പര്യം എന്തായിരുന്നു? ഹി വോണ്ട് ടു ഹാവ് ഹിസ് ത്രോൺ എബവ് ഗോഡ്. ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മേൽ ഞാനിരിക്കണം. അതാ ഔവ്വയുടെ സംസാരത്തിൽ ഔവ്വയുടെ ചിന്ത എന്തായിരുന്നു? ദൈവത്തെ പോലെ ആകണം, ദൈവത്തെ പോലെ ആകണം. That is exactly what you do not want to be under the mighty hand of God. ദൈവത്തിൻ്റെ വലിയ കരത്തിൻ്റെ കീഴിൽ താണിരിക്കുവാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ I will decide what I have to do. It is not God who will decide what I have to do. This is what we are saying to God. നമ്മൾ ദൈവത്തോട് പറയാണ്, ഞാൻ തീരുമാനിക്കും എൻ്റെ ജീവിതം കൊണ്ട് എന്തോ ചെയ്യണമെന്ന്. ദൈവമല്ല തീരുമാനം. അവമ്മച്ചി പറഞ്ഞു, I want to decide what happens with about my life. ലൂസിഫർ പറഞ്ഞു, I want to be above God. Praise God. പക്ഷേ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് നമ്മളോട് അപ്പോസ്തലനായ പൗലോസിക്കോട് പറഞ്ഞ വാക്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് എന്താണ് നമ്മൾ വായിച്ച 12ാം അധ്യായം, റോമർക്ക് ലേഖനം 12ാം അധ്യായം 2ാമത്തെ വാക്യം, റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 2. ദൈവത്തിൻ്റെ ഹിതം എങ്ങനെയാണ്? നന്മയും വായിച്ചാട്ടെ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും നന്മയാണ്, പിന്നെ പ്രസാദവും പൂർണ്ണമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്മയാണ്, ദൈവപ്രസാദമാണ്, പൂർണ്ണമാണ്. ആരുടെ ഹിതം? ദൈവത്തിൻ്റെ ഹിതം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എനിക്ക് വേണ്ടി ഹല്ലേലൂയ പറയത്തില്ലെന്ന് എനിക്കറിയാം. Because we as a human being thinks that what we think is right, not God. അതുകൊണ്ട് ദൈവം ഇടത്തോട്ട് പോകാൻ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇടത്തോട്ടല്ല വലത്തോട്ട്. ദിസ് ഇസ് ഹിസ്റ്ററി. വി നോ ദാറ്റ്. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെ സംഭവിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അത് തന്നെ സംഭവിച്ചു. പലരുടെയും ജീവിതത്തിൽ ഈസ് ഹിസ്റ്ററി. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമാണ്, അത് ദൈവത്തിന് പ്രസാദമാണ്, പെർഫെക്റ്റ് ആണ് എന്ന് തിരിച്ചറിയുവാനൊരു മനസ്സിനൊരു രൂപാന്തരം ഉണ്ടാകണമേ എന്നുള്ളൊരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടാവണം. സങ്കീർത്തനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. സങ്കീർത്തനം 75ാമത്തെ സങ്കീർത്തനം 6-7 വാക്യങ്ങൾ വളരെ കൃത്യമായി ഓരോരുത്തരും രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യങ്ങൾ. സങ്കീർത്തനം 75 6-7 വാക്യങ്ങൾ. നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത്, ശാഠ്യത്തോടെ സംസാരിക്കുകയും അരുത്. കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നല്ല ഉയർച്ച വരുന്നത്. ദൈവം ന്യായാധിപതിയാവുന്നു. അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. Yes, the exaltation comes neither from the east nor from the west nor from the south, but God is the judge. The exaltation is coming from the Lord. അവൻ ഒരുത്തനെ താഴ്ത്തുന്നു. ഞാനതാ പറഞ്ഞത്, താഴ്ത്തേണ്ട ഗതികേടിലോട്ട് പോകല്ല. ചില സമയത്ത് ദൈവം താഴ്ത്തേണ്ടതായിട്ട് വരും. പക്ഷേ ആ താഴ്ത്തേണ്ട ഗതികളിലോട്ട് ജീവിതത്തിൽ പോകരുത്. തന്നെത്താനെ അങ്ങ് താഴ്ത്തണം. പ്രൈസ് ദി ലോർഡ്. തന്നെത്താനെ അങ്ങ് താഴ്ത്തണം. പക്ഷേ നമ്മൾ താഴ്ത്താതെ നമ്മൾ തന്നെ ഉയർത്തുമ്പോൾ ദൈവം നമ്മളെ ചിലപ്പോൾ താഴ്ത്തേണ്ടതായിട്ട് വരും. ദൈവിക കൽപ്പനകൾക്ക് നമ്മൾ തിരിഞ്ഞു നടക്കുമ്പോൾ ദൈവം നമ്മളെ താഴ്ത്തേണ്ടതായിട്ട് വരും. പക്ഷേ അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. എൻ്റെ കുഞ്ഞ് തെറ്റിപ്പോകരുത് എന്ന് ഓർത്ത് നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരങ്ങളാണ് നമ്മളോട് പറയും, കുഞ്ഞെ നിന്നെ താഴ്ത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്
എന്നുള്ളൊരു കാര്യം. ഒന്നുകൂടെ വായിച്ചാട്ടാ വാക്യം. നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത്, ശാഠ്യത്തോടെ സംസാരിക്കുകയും അരുത്. കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്. അപ്പം എവിടെ നിന്നാണ് ഉയർച്ച വരുന്നത്? ദൈവത്തിൽ നിന്ന്. God is a judge. He is the one who lifts you up. Praise God. അപ്പം നമ്മൾ we can try everything whatever possible in our life, but you should know that actually it is coming from the Lord. That's what the Lord says. That's God's word says. Let's read this portion, Second Chronicles. 2 ദിനവൃത്താന്തം 33 അധ്യായത്തിലെ ഒത്തിരി എക്സാമ്പിൾസ് നമുക്കുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കർത്താവിൻ്റെ വചനത്തിൽ എഴുതി തന്നിട്ട് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ മാത്രം നോക്കാം. നമുക്കറിയാം, മനശ്ശെ എന്ന് പറഞ്ഞൊരു രാജാവുണ്ടായിരുന്നു ഇസ്രായേൽ. 2 Chronicles 33 അധ്യായത്തിൽ 33. മനശ്ശെ രാജാവ് ഇസ്രായേലിനെ ഇതുപോലെ പാപം ചെയ്യിച്ച വേറൊരു രാജാവില്ലായിരിക്കും. തൻ്റെ അപ്പൻ്റെ വാർദ്ധക്യകാലത്ത് ഉണ്ടായ ഒരു പുത്രനാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ അധികാരത്തിൽ വന്നു. പക്ഷേ അദ്ദേഹം എല്ലാവിധമായ പാപങ്ങളും ചെയ്തു. എല്ലാവിധമായ പാപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അല്ലാത്ത വേറെ എല്ലാ വിഗ്രഹങ്ങളെയും അദ്ദേഹം അവിടെ കൊണ്ടുവന്നു. അത് തന്നെയല്ല, ആലയത്തിൽ വരെ, ദൈവത്തിൻ്റെ ആലയത്തിൽ, ശലോമോൻ പണിത ആലയത്തിൽ വരെ അദ്ദേഹം വിഗ്രഹങ്ങളെ സ്ഥാപിച്ചു. അങ്ങനെ സ്ഥാപിച്ച ഒരു വ്യക്തിയാണ് മനശ്ശെ. ആ മനശ്ശയുടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. 33 അധ്യായം ഒന്നുകൂടെ താഴോട്ട് വായിക്കും. 3 വാക്യം മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചാട്ടെ. For he rebuilt, അവൻ തൻ്റെ അപ്പനായ ഹിസ്കിയാവ് ഇടിച്ചു കളഞ്ഞിരുന്ന പൂജാഗിരികളെ വീണ്ടും പണിതു. ബാൽ വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളെ തീർത്തു. അശേര പ്രതിഷ്ഠകളും ഉണ്ടാക്കി. ആകാശത്തിലെ സർവ്വ സൈന്യത്തെയും നമസ്കരിച്ചു സേവിച്ചു. 6 വാക്യം. അവൻ തന്റെ പുത്രന്മാരെ ബേൻ ഹിന്നോം താഴ്വരയിൽ അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ചു. മുഹൂർത്തം നോക്കി ആഭിചാരങ്ങളും ക്ഷുദ്രങ്ങളും പ്രയോഗിച്ചു. വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമുള്ളത് പലതും ചെയ്ത് അവനെ കോപിപ്പിച്ചു. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ദൈവം വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട്, ഈ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അഗ്നിപ്രവേശനം ചെയ്യിക്കരുത് എന്ന് പറഞ്ഞാൽ അഗ്നി കൂടെ നടത്തരുത്, കുഞ്ഞുങ്ങളെ യാഗം ചെയ്യരുത്. അതേപോലെ തന്നെ വിച്ച് ക്രാഫ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ക്ഷുദ്രക്കാരുടെ പുറകെ പോകരുത്, ലക്ഷണം നോക്കരുത്. ഇതെല്ലാം കൃത്യമായി ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഇതിനെല്ലാം എഗെയിൻസ്റ്റ് ആയിട്ട് അദ്ദേഹം ചെയ്തു. താഴോട്ട് ചെയ്ത് ഒത്തിരി വേഴ്സായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങളത് വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കിയാൽ. എന്നാൽ 10 വാക്യം ചുരുക്കമായിട്ട്, 10 വാക്യം verse 10. യഹോവ മനുഷ്യയോടും അവന്റെ ജനത്തോടും സംസാരിച്ചു, എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. നിങ്ങൾ മനസ്സിലാക്കണം, എങ്കിലും. ദിസ് ഇസ് വാട്ട് ദ ലോർഡ് ഇസ്. ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ അയക്കുന്നത്, നിങ്ങൾ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. ബിക്കോസ് ഓഫ് ദ കൺസേൺ ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ വചനങ്ങളെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത് ദൈവത്തിൻ്റെ വചനമാണോ അല്ലയോ എന്നുള്ളത്. കാരണം മനശ്ശെ രാജാവിൻ്റെ അടുക്കൽ വ്യക്തമായി പറഞ്ഞൊരു വ്യക്തിയാണ് യെശയ്യാ പ്രവാചകൻ. ആ യെശയ്യാ പ്രവാചകനെ ചരിത്രം പറയുന്നത് ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന്, യെശയ്യാ പ്രവാചകനെ അദ്ദേഹം 2 ജീവനോടെ മുറിച്ചു കൊന്നു. മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ പ്രിയ സഹോദര, മാനസാന്തരപ്പെടുക, ദൈവം നിന്നെ ഉയർത്തും. എന്നാൽ അദ്ദേഹം കേട്ടില്ല. മനശ്ശെ രാജാവിനോട് ദൈവത്തിൻ്റെ പ്രവാചകനെ യെശയ്യാ രാജാവിനെ കൊന്നു. എബ്രായലേഖനം 12 അധ്യായമൊക്കെ നിങ്ങൾ 15 അധ്യായം വായിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാം, അവർ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഈ സാഹചര്യങ്ങളാണ് ചരിത്രം പുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ മനുഷ്യയെക്കുറിച്ച് പറയാണ്, എങ്കിലും അവരോട് സംസാരിക്കണം. ദേ വുഡ് നോട്ട് ലിസൺ. അവർ കേൾക്കില്ല. ദൈവത്തിൻ്റെ വചനം പിന്നെയും ഹൃദയത്തോടുകൂടെ സംസാരിക്കുമ്പോഴും നമ്മൾ കേൾക്കാതെ നമുക്ക് കർണരസമായ ചില കാര്യങ്ങൾ മാത്രം കേൾക്കാനായി നമ്മൾ നിൽക്കരുത്. മാനസാന്തരപ്പെടുവാൻ ദൈവം നമ്മളോട് സംസാരിക്കുന്ന വിഷയത്തിൽ നിഷിദ്ധമായി നമ്മുടെ മനസ്സോടെന്ന് പറയണം, മനസ്സേ ഇത് ദൈവവചനമാണ്, കീഴ്പ്പെട്ടിരിക്കുക എന്ന് നമ്മളോട് തന്നെ പറയുവാനും ദൈവത്തോട് കരയുവാനും മനസ്സ് വെക്കണം. എന്നാൽ അദ്ദേഹം അത് ചെയ്തില്ല. അടുത്ത വാക്യം verse 11. ആകയാൽ യഹോവ അശ്ശൂർ രാജാവിന്റെ സേനാധിപതിമാരെ
അവരുടെ നേരെ വരുത്തി അവർ മനുഷ്യരെ കൊളുത്തുകളാൽ പിടിച്ച് ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. പ്രിയ സഹോദരങ്ങളെ, അതും ദൈവത്തിൻ്റെ ഒരു മഹാകരുണയാണെന്ന് മനസ്സിലാക്കണം. ഒരു രാജാക്കന്മാരും കൊണ്ടുപോയതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല. പല രാജാക്കന്മാരുടെയും കണ്ണ് കുത്തിപ്പൊട്ടിച്ചു, പലരുടെയും വെട്ടിക്കളഞ്ഞു, കുഞ്ഞുങ്ങളെ അവരുടെ മുമ്പിൽ തന്നെ കൊന്നു, ഒക്കെ ചെയ്തു. പക്ഷേ ഈ രാജാവിനോട് ദൈവം കാണിച്ച മനസ്സിൽ കാരണം അദ്ദേഹത്തെ ഹുക്കിട്ട് പിടിച്ചുകൊണ്ട് പോയതിന് ശേഷം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധം വന്നു. അയ്യോ, ഇത് ദൈവം എന്ന് പറഞ്ഞൊരു വ്യക്തി, ദ ഓൾമൈറ്റി ഗോഡ് എക്സിസ്റ്റ്, ഓൾമൈറ്റി ഗോഡ് എക്സിസ്റ്റ് എന്ന് അദ്ദേഹത്തിന് തിരിച്ചു പറഞ്ഞു. 12ാമത്തെ വാക്യം, വേഴ്സ് 12. കഷ്ടത്തിലായപ്പോൾ അവൻ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ മുമ്പിൽ തന്നെത്താൻ ഏറ്റവും താഴ്ത്തി. തന്നെത്താനെ താഴ്ത്തി. You look at the word again. തന്നെത്താനെ താഴ്ത്തി. It's up to you if you want to humble or not. It's up to you. നിങ്ങളുടെ സ്വന്തമായ താല്പര്യം. യു ക്യാൻ റിബൽ ആസ് മച്ച് ആസ് യു വാണ്ട്. അപ്പോസ്തലനായ പൗലോസിന് ആകുന്നതിന് മുമ്പ് ശൗലിനോട് പറഞ്ഞു, മുള്ളിനോട് ഉതയ്ക്കുന്നത് നിനക്ക് കഷ്ടം. മനസ്സിലായിക്കോണം. അപ്പം ദൈവത്തോട് വേണമെങ്കിൽ നമുക്ക് മറുത്ത് നിൽക്കാം എത്ര വേണമെങ്കിലും. പക്ഷേ ആർക്ക് പോയി? നമുക്ക് തന്നെ പോയി. ഇത്രയേ ഉള്ളൂ. ആർക്ക് പോയി? നമുക്ക് തന്നെ പോയി. എന്നാൽ സ്നേഹമുള്ള ദൈവം മനുഷ്യയെ ഹുക്കിട്ട് പിടിച്ചുകൊണ്ട് പോയി. ബാബിലോണിൽ കൊണ്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധം വന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ദൈവമേ തെറ്റിപ്പോയി. പക്ഷേ അടുത്ത വാക്യം, നെക്സ്റ്റ് വേഴ്സ്. അവന്റെ പ്രാർത്ഥന കൈക്കൊണ്ട് അവന്റെ യാചന കേട്ട് അവനെ വീണ്ടും യെരൂശലേമിൽ അവന്റെ രാജ്യത്വത്തിന് തിരിച്ചു വരുത്തി. യഹോവ തന്നെ ദൈവം എന്ന് മനുഷ്യക്ക് ബോധ്യമായി. അപ്പോഴാണ് ബോധ്യം വന്നത്. യഹോവ തിരിച്ചുകൊണ്ട് നമുക്കറിയാം പല സാഹചര്യങ്ങളിലും ജാതീയ രാജാക്കന്മാരോടും ഇദ്ദേഹം ഇങ്ങനെ തന്നെയല്ല, നെബൂഖദ്നേസർ രാജാവിനോടും ഇടപെട്ട ദൈവം ഇങ്ങനെ തന്നെയാണ്. നെബൂഖദ്നേസർ രാജാവ് ഒരു ദിവസം അദ്ദേഹം ചിന്തിച്ചു, ഞാൻ പണിതുണ്ടാക്കിയ ദേശമെന്ന് വിചാരിച്ച് അദ്ദേഹം ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ച എന്താണെന്ന് ദാനിയേൽ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, ജീവനുള്ള ദൈവം എന്നുള്ളൊരു ദൈവമുണ്ട് എന്നുള്ളൊരു കാര്യം. ദൈവിക കൽപ്പനകൾക്ക് അപ്പുറത്തോ ഇപ്പുറത്തോ പോകുന്നത് എല്ലാം നമ്മളുടെ ജീവിതത്തിൽ കുഴപ്പങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം. എന്നാൽ അദ്ദേഹം മടങ്ങി വന്നൊരു കാലം ദൈവം കൊടുത്തു. അദ്ദേഹം പല കാര്യങ്ങളും റെസ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചു. എന്നാലും അവിടെ ഒരു വാക്യമുണ്ട്, ചെയ്ത കാര്യങ്ങൾ, നഷ്ടപ്പെട്ട സമയങ്ങൾ, ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ എല്ലാം ആര് പേ ചെയ്യും? Who will pay for all these things? The Lord will not be able to compensate those things. ആ കാര്യങ്ങൾ ദൈവത്തിന് മടക്കി തരുവാനായി, നിങ്ങളുടെ സമയങ്ങൾ പോയത് മടക്കി തരുവാൻ ദൈവത്തിന് കഴിയില്ല. കാരണം ദൈവത്തിൻ്റെ അടുത്തൊരു പ്രിൻസിപ്പിളാണത്. ദൈവം ആ സമയങ്ങളും കാലങ്ങളും നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഹി ഓൾസോ repaired the altars. 16ാമത്തെ വാക്യം, ഹി ഓൾസോ repaired the altars of the Lord, sacrificed peace offerings and thanks offerings on it, and commanded Judah to serve the Lord God of Israel. Nevertheless, the people still sacrificed on the high place. കാരണം രാജാവ് തിരിയുന്നത് പോലെ ജനം തിരിയില്ല. അപ്പോഴും ആ നഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം ദൈവത്തിൻ്റെ രാജ്യത്തിന് ഉണ്ടാക്കിയത് ഈ വ്യക്തിയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, മനസ്സിലാക്കണം, those who humble yourself. So if you humble yourself before the Lord, how much ever worse condition you are, the Lord will have mercy on you. ആഹാബ് രാജാവ് ദൈവത്തോട് ഒത്തിരി മറുത്ത് നിന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഹാബ് മനസ്സ് വെച്ചപ്പോൾ പ്രവാചകനോട് പറഞ്ഞു, കണ്ടോ, അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുള്ളത് കാര്യം മനസ്സിലായി. കണ്ടോ, അവൻ മനസ്സ് വെച്ചെന്ന് കണ്ടോ. അങ്ങനെ പോലും യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, ഇടം കൈയും വലം കൈയും തിരിച്ചറിയാത്ത ഈ ജനത്തോട് എനിക്ക് മനസ്സലിവ് തോന്നരുതോ. പ്രിയ സഹോദരങ്ങളെ, അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. എന്തിനു മാത്രം നമ്മളോട് പറയുന്നു, കർത്താവ് സർവശക്തനാണ്. ആ സർവശക്തനായ ദൈവത്തിൻ്റെ കീഴിൽ താണിരിക്കാൻ നമ്മളോട് പറയാം. അപ്പോൾ ദൈവിക കൽപ്പനകൾ നമുക്ക് തരുന്നത് നമ്മളെ ബേർഡൻ ചെയ്യാനായിട്ടോ ഒന്നുമല്ല. ദാറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് ഗുഡ് ഫോർ us. അത് നമുക്ക് നന്മയാണ്. അതിൻ്റെ ഇടത്തോട്ട് വലത്തോട്ട് തിരിയുന്നത് നമുക്ക് നന്മയല്ല. അപ്പം ഇത് ഈ രാജാക്കന്മാരോട് സംസാരിച്ചിരുന്നു. രാജാവിന് മനസ്സിലായത് വളരെ ബുദ്ധിമുട്ടുള്ള വഴി തന്നെയായിരുന്നു. ബട്ട് യു ക്യാൻ സീ ദാറ്റ് ഹൗ ദ ലോർഡ് dealt with things in this case. Now let's read this verse. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ദൈവം പിന്നെയും ചെയ്യുന്നൊരു കാര്യം, ചില സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളപ്പോൾ നമ്മളിങ്ങനെ, അയ്യോ എൻ്റെ കർത്താവേ, എനിക്കിതാ ഇങ്ങനെ ആക്കിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ദിവസം അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറഞ്ഞല്ലോ. പൗലോസിൻ്റെ ജീവിതത്തിലും അദ്ദേഹം പറയുന്നൊരു കാര്യം വളരെ മനോഹരമായി 2 കൊരിന്ത്യർ 12ാമത്തെ അധ്യായത്തിന് 7ാമത്തെ വാക്യത്തിൽ, വേഴ്സ് 7, 7ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു ഭാഗം വായിക്കാം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ
അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. Yeah. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. Lest I should be exalted above measure. വെളിപ്പാടുകളുടെ ആധിക്യ നിമിത്തം ഞാൻ ഒരുപാട് നിഗളിച്ചു പോകാതിരിക്കാൻ വേണ്ടി എന്നെ കുത്തുവാനായിട്ട് ഒരു ഏജന്റ് ഓഫ് സീറ്റൻ ഇസ് മെസ്സഞ്ചർ ഓഫ് സീറ്റൻ. എന്താണ് സംഭവം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷേ അതിനെക്കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ലെസ്റ്റ് ഐ വിൽ ബി എക്സോൾട്ടഡ് എബവ് മെഷർ. ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് ദൈവത്തിൻ്റെ മഹാസ്നേഹമാണ്. അതും നമ്മൾ വിചാരിക്കും ഇതെന്തൊരു തലവേദനയല്ലേ, പക്ഷേ ദൈവം നമ്മളുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് ബിക്കോസ് ദാറ്റ് ഐ വിൽ നോട്ട് ബി എക്സോൾട്ടഡ് എബവ് മെഷർ. ഞാൻ പറഞ്ഞത് താഴ്ത്താനായിട്ട് ദൈവത്തിൻ്റെ അടുക്ക് നിന്ന് കൊടുക്കരുത്, താണ് കൊടുക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ എപ്പോഴും പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. ഇപ്പോൾ പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇറ്റ് ഈസ് പോസിബിൾ. തന്നെ ദൈവം അനേക കാര്യങ്ങൾ പഠിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ടു അനേക കാര്യം അപ്പോസ്തലനായ പൗലോസിനാൽ ചെയ്യപ്പെട്ടു. പക്ഷേ നമ്മൾ പ്രസംഗമൊക്കെ നന്നായിട്ട് പോകുമ്പം പ്രസംഗ പീഠത്തിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ നന്നായിരിക്കുന്നു കേട്ടോ. ആരാ പറയുന്നതെന്നറിയോ? പിശാച്. ആരാ പറയുന്നത്? പിശാച്. അപ്പോൾ അതും കേട്ടോണ്ട് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാൻ നിന്നാൽ എപ്പോഴാണ് അടുത്ത വീഴ്ച നോക്കിക്കണ്ടാൽ മതി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതുണ്ടാകാതിരിപ്പാൻ പൗലോസിന് പോലും ഒരു ശൂലം കർത്താവ് വെച്ചിരുന്നു. And he prayed and he prayed and he prayed. What happened? The Lord said, no way. Answer is no. And what will I give you? Grace. ഞാൻ നിനക്ക് കൃപ തരാം, പക്ഷേ ഈ കാര്യം ഞാൻ എടുത്ത് മാറ്റുകയില്ല. Hallelujah. Isn't that God's love for us? So that I'll be safe. Praise the Lord. അതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനായിട്ട് സ്തോത്രം പറയണമെന്ന് പറയുന്നത്. ദൈവമേ, ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചു, സാരമില്ല. God is merciful. If you humble ourselves before God, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുന്നുവെങ്കിൽ കർത്താവേ, താങ്ക് യു. I really praise God. The Lord has given us. Let's praise God. When we want to resist the devil, പോപിശാചെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നടക്കുകയില്ല. The first step. What is the first step? ആദ്യം humble yourself. Then you resist. Then the third, he will run. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോപിശാചെ യേശുവിൻ്റെ നാമത്തിൽ പോപിശാചെ എന്ന് പറയും. പിശാച് പോകുന്ന ഫസ്റ്റ് he asks this question reverse to you. You don't humble yourself before God, then how do you expect me to go? But you need to accept that the order. ദൈവത്തിൻ്റെ രാജ്യത്തിൽ ഓരോ കാര്യത്തിനും ഓർഡറുണ്ട്. What is the first order? You humble yourself, you resist the devil, he will flee from you. Hallelujah. Isn't it wonderful? And again next verse, അടുത്ത വാക്യം. ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ആറാമത്തെ വാക്യം, verse 6. The same verse is this, he quotes there. Yeah. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. Praise God. Even യാക്കോബും പിന്നെയും ആ വേഴ്സ് റീട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെയും അതിനെക്കുറിച്ച് അണ്ടർലൈൻ ചെയ്ത് പറയുക. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഇൻ വിച്ച് ഗോഡ് ഓപ്പറേറ്റ്സ്. ദൈവം ഈ രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് ദൈവം തന്നെ വെച്ച കൽപ്പനകളാണ്. അതുകൊണ്ട് ദൈവം തെറ്റിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ ദൈവം നമ്മളോട് പറയുകയാണ്. ലെറ്റ്സ് ഗോ ബാക്ക് ടു 1 Peter chapter 5 verse 5 and 6 again. ആ വാക്യം ആദ്യം വായിച്ച വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. വേഗം വായിച്ചാട്ടെ. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴി താണിരിപ്പീൻ. Therefore humble yourself under the mighty hand of God, that he may exalt you in due time. നമ്മളുടെ ജീവിതത്തിലെ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലെ കരച്ചിലും വാഞ്ചയും ഇതായിരിക്കും. കർത്താവേ, I want to stay under your mighty hand of God. നിൻ്റെ വലിയ കരത്തിൻ്റെ കീഴിൽ താണിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പീരിയഡ്. എവറി ഡേ. അതൊരു ദിവസമല്ല, എല്ലാ ദിവസവും. കർത്താവെ, ഇവിടെ നിന്ന് പോകുന്നത് വരെയും, ആൻഡ് ഐ തിങ്ക് ഈവൻ ബിയോണ്ട് ഇറ്റ് വിൽ ബി ദ സെയിം തിങ്. അവിടെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവ്, ബിക്കോസ് ഗോഡ് ഇസ് എ ലോർഡ്. നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ ആയിരിക്കും. കർത്താവെ, ഐ വോണ്ട് ടു ഡു ദാറ്റ്. ലെറ്റ്സ് ഹംബിൾ അവർസെൽവ്സ് ബിഫോർ ദ ലോർഡ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താം. നമ്മളെവിടെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നു കർത്താവെ തകർന്നു കിടക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കുക. ഈസ് ഗോഡ് ഇസ്
ഓൺ മൈ സൈഡ് ഓർ ഇസ് ഗോഡ് ഇസ് അഗൈൻസ്റ്റ് മീ? യഹോവ എൻ്റെ പക്ഷത്താണോ അതോ യഹോവ എൻ്റെ എതിർപക്ഷത്താണോ നിൽക്കുന്നത്? യഹോവ എൻ്റെ പക്ഷത്ത് ആണെങ്കിൽ പ്രൈസ് ഗോഡ്. യഹോവ എൻ്റെ എതിർപക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ ചോദിക്കുക, അമായി ഇൻ അണ്ടർ ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ്? ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ താണിരിക്കാൻ ഞാൻ മനസ്സ് വെച്ചിട്ടുണ്ടോ? അതോ ഞാൻ ദൈവത്തോട് ചെറുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്? നമ്മളെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തിയിട്ട് പറയും, കർത്താവേ, നീ എന്നെ താഴ്ത്താനായിട്ട് ഞാൻ നിൽക്കുന്നില്ല, ഞാൻ എന്നെ തന്നെ താഴ്ത്തുകയാണ്. ദൈവത്തിന് മനുഷ്യയെ താഴ്ത്തേണ്ടതായിട്ട് വന്നു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങളും കഷ്ടങ്ങളും നമ്മൾ സഹിക്കേണ്ടി വരും. നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ നിൽക്കുന്നതും ചേർന്ന് നിൽക്കുന്നതും എല്ലാവരും അനേക കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടത് വരും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അതിനായിട്ട് ദയവ് ചെയ്ത് നിൽക്കരുത്. ദൈവസന്നിധിയിൽ താണിരിക്കുകയും ദൈവത്തോട് ചേർന്ന് നടക്കി നടക്കാൻ മനസ്സ് വെക്കാൻ നമ്മളെ സഹായിക്കണമേ.